ഈ ഒരു ബിസിനസ്സിനകത്ത് പിടിച്ചു നിൽക്കാൻ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ലിവഗെയിൻ എന്ന് പറയുന്ന ഒരു സിറപ്പ് ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. എനിക്ക് ഈ ഗ്യാസ് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലിവഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടാൻ ഇടയാവുന്നത്. അങ്ങനെ നരീഷ് മാധവൻ സാർ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അപ്പോ ഒരുപാട് കാലങ്ങളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിലും അതേപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗ്യാസ് അസിഡിറ്റി, അതേപോലെ തന്നെ ചെറിയ ഫാറ്റി ലിവറിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചുകൊണ്ട് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് നമ്മൾ ഈ ലിവഗെയിൻ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് ഒരു അമേസിംഗ് റിസൾട്ടാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇത് വാങ്ങി ഉപയോഗിച്ച സമയത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ നെഞ്ചരിച്ചിലൊക്കെ മാറി. അതേപോലെ തന്നെ ഈ ഫാറ്റി ലിവറിനൊക്കെ നല്ല ശമനം വന്നു. ഇന്ന് എനിക്ക് അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിനകത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ബിസിനസ്സിനകത്തേക്ക് വന്ന് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചാമ്പ്യൻ തൈലം എന്റെ മദറിന് കൊടുത്തു. മദറിന് കൊടുത്ത സമയത്ത് മദറിന് കാലങ്ങളായി ഉണ്ടായിരുന്ന ഷോൾഡർ പെയിനും മുട്ടുവേദനക്കൊക്കെ നല്ല ശമനം വന്നു. അതേപോലെ തന്നെ കവചപ്രാശം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വാങ്ങി മക്കൾക്കൊക്കെ കൊടുത്ത സമയത്ത് അവർക്ക് ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരുന്ന ഈ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇടയ്ക്ക് മിംസ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. അവിടുന്ന് ആന്റിബയോട്ടിക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം കിട്ടി. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും അതേപോലെ തന്നെ കമ്പനിയെ കുറിച്ചൊക്കെ പഠിക്കാൻ തയ്യാറായ സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ഈ കമ്പനിയോട്. അങ്ങനെ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖല എന്ന് പറയുന്നത് ഇൻവേർട്ടർ ബാറ്ററി ബിസിനസ് ആയിരുന്നു. കോഴിക്കോട് പവർ ഏരിയ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതിനു മുമ്പ് ഞാനൊരു ബാറ്ററി കമ്പനീന്റെ മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇൻവേർട്ടർ കമ്പനിയിൽ പവറോൺ എന്ന് പറയുന്ന കമ്പനിയിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. ഈ ഒരു മേഖലയിലേക്ക് വന്ന സമയത്ത് തികച്ചും യാദൃശ്ചികമായിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കിയ സമയത്ത് ഞാനിത് ബാക്കിയുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് ഐഡിയ അടിച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക തന്നെയാണ് ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തത്. പിന്നീട് കോവിഡ് ഒക്കെ വന്ന സമയമാകുമ്പോഴേക്കും ഇതിനെപ്പറ്റി ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ITC ലീഡർ ബെന്നി സാറിന്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. തനീഷ് മാധവൻ സാർ എന്നെ വിളിച്ചുകൊണ്ടുപോയി ഒരു 1 ഡേ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അന്ന് അവിടെ അനീഷ് സാറിന്റെയും ബെന്നി സാറിന്റെയും ഒക്കെ ഒരു ട്രെയിനിങ് കേൾക്കാനിടയായി. അപ്പൊ അതിനകത്തുനിന്ന് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന നേട്ടങ്ങളും അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന രീതിയിലല്ല ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടക്കത്തിൽ തന്നെ എല്ലാ ആളുകളും ഇതിനകത്തുനിന്ന് കുറെ പുതിയ ആളുകളൊക്കെ ഉണ്ടാവും ഈ മോർണിംഗ് മീറ്റിങ്ങിനകത്ത്. അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മളെ ലീഡർ ഒരുപാട് നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടാവുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരത്തിന്റെ മൂല്യം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളതാണ്. ഞാൻ ഇതിനകത്ത് വന്ന സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാരൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വീടുകളിൽ നിന്നായിരിക്കും ആദ്യത്തെ വെറുപ്പുകളൊക്കെ ഉണ്ടാവുക. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് എന്റെ ഭാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്തത്. എന്റെ ബേസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്നോട് ഇപ്പൊ ഇതാണ് പരിപാടി. അപ്പോ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തുകൊണ്ടത് എന്റെ മോൻ മാത്രമാണ്. മോനെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇതിന് പോകുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് എന്താ വെച്ചിട്ട് ഒരുപാട് സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. തുടക്കത്തിൽ എന്താ വെച്ചിട്ട് വലിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനിത് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് വൈഫൊക്കെ ചോദിച്ചാൽ ബാറ്ററി ഇൻവേർട്ടർ ഒക്കെ വിട്ട് സോപ്പും പേസ്റ്റും വിറ്റ് നടക്കുകയാണോ. അപ്പൊ ആദ്യത്തെ നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ നമുക്ക് വീടുകളിൽ നിന്നൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പിന്നീട് ഞാൻ സാധനം ഇറക്കി ചെയ്യുന്ന സമയത്ത് അമ്മ അതേപോലെ തന്നെ ചോദിച്ചു, ഇപ്പൊ ഇതാണ് പരിപാടി. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മീറ്റിങ്ങും ട്രെയിനിങ്ങും ഇതിന്റെ ബിസിനസ് പ്ലാനൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മളാണല്ലോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഇതിന്റെ സ്കോപ്പ് അറിയില്ല. കാരണം ഇത് ഇപ്പോഴും ഈ അവസരം കിട്ടിയിട്ട് ചില ആളുകൾ എന്താ വെച്ചാൽ ചെയ്യാതിരിക്കുന്ന വെച്ചാൽ ഒന്ന് അവർക്ക് മടിയാണ്, ചെയ്യാനുള്ള മടി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പേടി ഉണ്ടാവും, ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു പേടി.
അപ്പൊ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഉള്ള നിരുത്സാഹപ്പെടുത്തലുകളും അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നും അതേപോലെ തന്നെ നെയ്ബേഴ്സും ഒക്കെ ചടപ്പിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മരുന്ന് വിൽപ്പനയാണോ പണി, ഇപ്പൊ ഡോക്ടറെ പഠിച്ചാണോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആളുകൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ എന്ത് ചെയ്ത് സ്പർശിക്കാൻ പാടില്ല. കാരണം മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന ആ കാര്യങ്ങളൊന്നും കേട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിനകത്തുനിന്ന് ബുദ്ധിമുട്ടാനോ അല്ലെങ്കിൽ ചടച്ചു പോകാനോ പാടില്ല. കാരണം ഞാൻ എന്റെ വൈഫൊക്കെ എന്നെ ചടപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതിനെ മുറുകെ പിടിച്ചു. ഇതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ എന്റെ മോൻ കൊണ്ട് കാണിച്ച സമയത്ത് ആദ്യ ആഴ്ചകളിലൊക്കെ ചെറിയ വരുമാനമല്ലേ ഉണ്ടാവും, 450 750 ഒക്കെ ആയിരുന്നു. ആ സമയത്തൊന്നും വൈഫിന് അത്ര തൃപ്തിയൊന്നും വന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു പ്രസ്ഥാനമായിട്ട് പിടിച്ചു നിന്നു. കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഒരുപാട് റിസൾട്ടുകളായിരുന്നു. റിസൾട്ടുകളൊക്കെ കിട്ടിയ സമയത്ത് ആളുകളൊക്കെ എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. എന്റെ അമ്മക്ക് ചാമ്പിത്തൈലൊക്കെ കൊടുത്ത സമയത്ത് അമ്മ വല്യമ്മനോടും അതേപോലെ തന്നെ അമ്മായിമാരോടൊക്കെ പറഞ്ഞ്, അപ്പൊ അവർക്കും ഇതിന്റെ ഒരു ഗുണം കിട്ടിയ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രയാസം, കാരണം ഒരുപാട് കമ്പനികളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ വന്ന് ആളുകളൊക്കെ പറ്റിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് ഈ കമ്പനി ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന കമ്പനിയാണ്. അപ്പൊ പഴയ കാലമല്ല, ഇന്നിപ്പോ എല്ലാ വിവരങ്ങളും നമുക്ക് ഇന്റർനെറ്റിലൂടെയും അതേപോലെ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. കോവിഡ് കാലഘട്ടം ഏതാണെങ്കിലും ഏതൊരു സാധാരണക്കാരനെയും ഫോൺ ഉപയോഗിക്കാനും അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ഒക്കെ വളരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രേഖകൾ സഹിതം നമുക്ക് എന്താ ചെയ്യുക, ഓൺലൈനിൽ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല എന്താണെന്നും അതേപോലെ തന്നെ ഇന്ന് നിയമസാധ്യതകളൊക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നും അതേപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വീട്ടിൽ കാണിച്ചു കൊടുക്കാൻ പറ്റി. വൈഫ് ആ സമയത്ത് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അവര് അപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഒരിക്കലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് വൈഫിനെ ഞാൻ ആ ട്രെയിനിങ്ങിന് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ സാറിന്റെ ഒരു ട്രെയിനിങ് നടക്കുന്ന ദിവസം വൈഫിനോട് പറഞ്ഞ് വൈഫിന്റെ കോളേജിൽ ഒരു കുട്ടിയുടെ അവരുടെ സ്റ്റാഫിന്റെ മകളെ കല്യാണത്തിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വരാം, കല്യാണത്തിന് വരാം, പക്ഷെ അതിന് മുമ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബെന്നി സാറിന്റെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് പോയിട്ട് എനിക്ക് ഒപ്പിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വൈഫിനെ അവിടെ കൊണ്ടുപോയി മുന്നേ തന്നെ എത്തി. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ കൊണ്ടുപോയി ആ ട്രെയിനിങ് കഴിപ്പിക്കാൻ സാധിച്ചുകൊണ്ട് വൈഫിനോട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നമുക്ക് പോണ്ടത് കഴിക്കുന്ന സമയത്ത് നല്ല ആയിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് ആ ബെന്നി സാറിന്റെ ആ ട്രെയിനിങ് കേട്ട് കഴിഞ്ഞ സമയത്ത് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു ബിസിനസ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചെയ്യണം, എനിക്ക് എന്താണെങ്കിലും ഒരു ഐഡിയ അടിച്ചുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഷെൽഫൊക്കെ വെച്ച് മാറ്റി ഒരു 50,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വൈഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് DTC റാങ്കിലാണ് വൈഫ് ഉള്ളത്. അപ്പൊ കോളേജിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ കുറേശ്ശെ കൊണ്ടുപോകാൻ തുടങ്ങി. കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെയാണ് റീറ്റെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ റീറ്റെയിൽ ചെയ്ത് വൈഫ് ഇതിനകത്ത് ഒരു TVSന്റെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു വണ്ടിയൊക്കെ വാങ്ങി ഈ ഒരു ബിസിനസ്സിനകത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പണം കൊണ്ട് തന്നെയാണ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോ വളരെയേറെ സപ്പോർട്ടാണ്, എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ NPC CTC ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിനെയാണ് കാണുന്നത്. അപ്പൊ അവർക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തുടങ്ങിയ ദിവസങ്ങളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇന്നത്തെ അവരുടെ പൊസിഷനും കാര്യങ്ങളും ഒന്നുമല്ല. കാരണം നമ്മളൊക്കെ തുടങ്ങിയതുപോലെ തന്നെ വളരെ സാധാരണക്കാരായ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് തന്നെയാണ് ഓരോ ആളുകൾ ഓരോ ലീഡേഴ്സ് ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. ഇതിനകത്ത് വന്നുകൊണ്ട് ഇതിനകത്ത് ട്രെയിനിങ്ങും മീറ്റിംഗും അറ്റൻഡ് ചെയ്ത് ഫീൽഡിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ലീഡർഷിപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ തുടക്കകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് നന്നായി പ്രവർത്തിക്കാനും ആളുകളിലേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ഐഡിയ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ജോലി ആദ്യം മനസ്സിലാക്കണം. നമുക്കൊരു വിതരണക്കാരനാവാനുള്ള ഒരു അധികാരമാണ് നമ്മൾ കമ്പനി തന്നത്. ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു വിതരണക്കാരനാണല്ലോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഈ ഉൽപ്പന്നങ്ങളും സേവനങ്ങളൊക്കെ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ലൈസൻസ് ആണ് കമ്പനി തന്നിട്ടുള്ളത്.
അപ്പൊ ഇന്ന് ഒരു സാധാരണ നിലയിൽ ഒരു ബിസിനസ് ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളൊക്കെ മുടക്കിയത് മാത്രമേ സാധിക്കുള്ളൂ. ഷോപ്പ് വേണം, അതേപോലെ തന്നെ അതിന് ഷോപ്പിനകത്ത് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഓടിക്കണം. കാരണം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് പോലും എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല്, സ്റ്റാഫിന്റെ സാലറി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഈ ബിസിനസ് എല്ലാ കാലത്തും ലാഭത്തിലായിക്കൊള്ളുന്നില്ല. കാരണം ഇന്ന് ഏതൊരു ചെറിയൊരു തട്ടുകട ആരംഭിക്കണമെങ്കിൽ പോലും നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങി ഇത് തുടങ്ങുന്ന ബിസിനസ് ലാഭത്തിലാവുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിന്റെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കാനാണ് കമ്പനി പറയുന്നത്. കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് ആ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് കിട്ടിയതിനു ശേഷം മാത്രമാണ് അത് ഷെയർ ചെയ്യാൻ പറയുന്നത് കമ്പനി. കാരണം കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുക, നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ബാക്കി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഉപഭോക്താവായി മാറുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനകത്തുള്ള ഏറ്റവും വലിയ നേട്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇതിനകത്ത് തുടങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റു ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ലക്ഷങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇന്നിപ്പോ കോവിഡ് ഒക്കെ വന്ന സമയത്തിന് ഒരുപാട് ബിസിനസ്സുകളൊക്കെ പൂട്ടിപ്പോയി. അതേപോലെ തന്നെ ആ സമയത്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ബിസിനസ് അവസരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ അത് കയ്യൊപ്പ് ചാർത്തിയ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കി നമ്മൾ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനകത്ത് കുറെ ആളുകൾ സീരിയസ് ആവാതെ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. ആളുകൾ ഒരു 5,000-10,000 റുപ്യക്കോ അല്ലെങ്കിൽ 15,000 കുറച്ച് ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് എടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ വെച്ചാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് തുടങ്ങിയ ആളുകൾ ചില ആളുകൾ സീരിയസ് ആവില്ല. നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മളൊന്ന് സീരിയസ് ആയി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് കിട്ടുന്ന പോലെ വേറൊരു മേഖലയിൽ നിന്ന് വരുമാനം കിട്ടില്ല. കാരണം ഞാനൊക്കെ ഒരുപാട് കമ്പനികളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു പരിചയം എനിക്കുണ്ട്. ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യുറേക്ക ഫോർബ്സ് എന്ന് പറയുന്ന ഒരു ടാറ്റയുടെ കമ്പനിയിലാണ് എന്റെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി ഇതിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം മറ്റു കമ്പനികളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാത്രമേ വരുമാനമുള്ളൂ. അവിടെയൊക്കെ എന്താ വെച്ചാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു വലിയ കടമ്പയൊക്കെ അതിനകത്തുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ പിടിച്ചു നിന്ന് സാലറി ഉണ്ടാവും. സാലറി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ മനസ്സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. മന്തിന്റെ ആവുമ്പോഴേക്ക് സെയിൽസ് അത്ര എടുക്കണം. അപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ സെയിൽസ് ഒക്കെ നടന്നിട്ടില്ലെങ്കിൽ, ടീമിനകത്ത് സെയിൽസ് ഒക്കെ വന്നിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുക, ഈ ബിസിനസ്സിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം നമ്മളെന്താ വെച്ചാൽ ചെറിയ മുതൽ മുടക്കിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ ഇതിനകത്തുനിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അസാധ്യ റിസൾട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ എന്താ വെച്ചാൽ ഒരിക്കലും വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആള് ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവര് ഇന്നും ഇതിന്റെ ഉപഭോക്താവായി മാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രൊഡക്റ്റുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വൻ റിസൾട്ടുകളാണ്. ഒരുപാട് അലോപ്പതി മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പോലും മാറാത്ത പല കാര്യങ്ങൾക്കും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മളിത് ചികിത്സ ഒന്നായിട്ടല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അതിന്റെ വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് റിസൾട്ടുകൾ ആളുകൾക്ക് കിട്ടും. അതേപോലെ തന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട കുറെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫുഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള നമ്മൾ കൊടുക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഒന്നിനൊന്നും മികച്ച റിസൾട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. കാരണം നമുക്ക് ഇന്ന് ദൈവം സഹായിച്ച് കിട്ടിയിട്ടുള്ള ഈ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഗുണമുണ്ടാക്കാനില്ല, നമ്മളെ കൂടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇതിനകത്തുനിന്ന് ഒരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കാനും കൂടെ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. മറ്റു മേഖലകളിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കത് ഒരുപാട് ആളുകൾക്ക് ഒരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കാനും ഒക്കെ ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. നമ്മൾ അവരോടൊപ്പം നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. കാരണം ഇതിനകത്ത് ഒരുപാട് മോട്ടിവേഷൻ മാത്രമല്ല, മോട്ടിവേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലും കൂടി ഇതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കൽ തന്നെയാണ് ഇതിനകത്തുള്ള ആദ്യത്തെ പണി.
കാരണം നമ്മൾ ഇതിന്റെ ട്രെയിനിങ് മീറ്റിങ്ങുകളൊക്കെ മുടങ്ങാതെ പങ്കെടുക്കുക, അതിനകത്തുനിന്ന് ഈ FSS പോലുള്ള കാര്യങ്ങളിൽ അത് വർക്ക്ഷോപ്പുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ ബിസിനസിനെ പറ്റി ഒന്ന് ഡീപ്പായിട്ടൊരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക. ഇതാണ് ഞാൻ ഈ ബിസിനസിനെ പറ്റി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവരെടുത്ത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെടുത്ത് ചെയ്യാൻ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള, ഞാൻ ഏത് റാങ്കിലാണെങ്കിൽ പോലും ഇതിനകത്ത് എന്താ വെച്ചാൽ എന്റെ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇവരെ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് നന്നായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് എന്റെ ടീമിനകത്തുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് നമ്മളെ ഷഫീഖ് സാറ്, അപ്കമിങ് NTC ലീഡർ ഷഫീഖ് സാറ്, അതേപോലെ തന്നെ സുമേഷ് സാറ്, ഇവരൊക്കെ RTC ലീഡേഴ്സ് ആണ്. എന്റെ ഓർഗനൈസേഷൻ വണ്ണിലുള്ള ലീഡേഴ്സ് ആണ്. അതേപോലെ തന്നെ ഷിജു ബാലുശ്ശേരി സാറ്, അദ്ദേഹം ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതിനകത്തേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മള് ടീമിനകത്തേക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഗേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഷഫീഖ് സാറ്, സുമേഷ് സാറൊക്കെ ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. ഒരിക്കൽ അവര് ഞാൻ നേരിട്ട് സ്പോൺസർ ചെയ്ത് വന്നിട്ടുള്ളതല്ല. എന്റെ വൈഫിന്റെ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു റാസിക് സാർ ഉണ്ട്, വൈഫിന്റെ ഫ്രണ്ട് ആയിരുന്നു, അദ്ദേഹം എനിക്ക് സ്പോൺസർ ചെയ്യുന്നത്. ഇന്നും റാസിക് സാർ ഇതിനകത്ത് സീരിയസ് ആയിട്ടില്ല. അപ്പൊ ഈ ബിസിനസ് എന്ന് തുടങ്ങുന്നു എന്നുള്ളതിലൊന്നും അർത്ഥമില്ല. കാരണം ചില ആളുകൾ ഒരു ആദ്യം വന്നവർക്ക് കിട്ടും, പിന്നുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പറയും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് കുറെ പുതിയ ആളുകളുണ്ട്. നമ്മളൊന്നും ഒട്ടും വൈകി പോയിട്ടില്ല. കാരണം ഇന്ന് ഷഫീഖ് സാറിനെ എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തി ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടില്ല. ഷഫീഖ് സാറിനെ പോലുള്ള ഒരു ലീഡർ എന്റെ ടീമിനകത്തേക്ക് വന്ന സമയത്ത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, കാരണം ഒരാള് ഇതിനകത്ത് RTC ആയോ അല്ലെങ്കിൽ NTC ആയോ CTC ആയോ ITC ആയോ ഇതിനകത്തേക്ക് നമ്മൾ പറന്ന് വീഴുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് വരുന്നില്ല. കാരണം നമ്മളെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് തന്നെയാണ് ഓരോ ആളുകൾ കടന്നു വരുന്നത്. നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ കഴിവുകൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ നമ്മളെ കൂടെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിൽ നമ്മളോടൊപ്പം വരുന്ന ആളുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നന്നായി നമ്മളൊന്ന് മോണിറ്റർ ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒന്ന് പ്രവർത്തിപ്പിക്കാനും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും മീറ്റിങ്ങും സപ്പോർട്ടും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ ആളുകൾ ഇതിനകത്ത് സീരിയസ് ആവും. ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷഫീഖ് സാറിനെ പോലുള്ള ലീഡറൊക്കെ വന്ന സമയത്ത് എന്നേക്കാൾ വളരെ നന്നായി ബിസിനസ് ചെയ്യുന്ന ലീഡേഴ്സാണ്. വളരെ നല്ല രീതിയിൽ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇവരൊക്കെ കൂടെ ഇതിനകത്ത് വന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നത്. എന്റെ ടീമിൽ അപ്കമിങ് ലീഡേഴ്സ് ആണ്, നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ആയിട്ട് വരാൻ പോകുന്ന ലീഡേഴ്സ് ആണ് ഷഫീഖ് സാറ്, സുമേഷ് സാറ്, ഷിജു സാറൊക്കെ. നമ്മളൊക്കെ തുടങ്ങിയ കാലത്ത് ഒരിക്കലും ഈ ഒരു ലെവലിലൊക്കെ എത്തും എന്ന് മനസ്സിൽ പോലും അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ലീഡർ ധനീഷ് മാഷ് സാറ് ഈ ബിസിനസിന്റെ അകത്തുനിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ആഴ്ചയിൽ 2,10,000 ഒക്കെ പറഞ്ഞ സമയത്ത് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ചിരിയാണ്, തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ സാറ് വന്ന് പ്രൊഡക്റ്റൊക്കെ തന്ന് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റൊക്കെ ഞാൻ ഉപയോഗിച്ചോളാം, ബിസിനസിനകത്തേക്ക് ഞാൻ ഇപ്പോഴൊന്നും ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ധനീഷ് മാധവൻ സാറോട് പറഞ്ഞത്. പക്ഷെ ധനീഷ് മാധവൻ സാറ് വിടാതെ പിന്തുടരുകയും അദ്ദേഹം തന്ന സപ്പോർട്ട്, ഒരുപാട് മീറ്റിങ്ങുകൾക്കൊക്കെ വിളിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ഞാൻ എന്റെ ബാറ്ററി ഇൻവെർട്ടറിന്റെ ഒക്കെ സർവീസും തിരക്കൊക്കെ കാരണം ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് തവണ വഴക്ക് പറഞ്ഞ് പിന്തിരിപ്പിച്ചാണ്. പിന്നീട് ധനീഷ് സാറ് നിരന്തര ഫലമായിട്ട് എന്റെ വൈഫിനോട് നിങ്ങൾ കുറെ ആയാലും വരുന്നത്, എന്തിനാ അങ്ങനെ പറയുന്നത്, ഒന്ന് പോയി നോക്കി. അങ്ങനെയാണ് ഞാൻ ബെന്നി സാറിന്റെ അനി സാറിന്റെ ട്രെയിനിങ് കേൾക്കാനിടയിൽ. ആ ട്രെയിനിങ് ആണ് എന്നെ ഇതിനകത്തേക്ക് മാറ്റിമറിച്ചിട്ടുള്ളത്. ഈ ബിസിനസ് ചെയ്യേണ്ട വിധവും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇന്റർനെറ്റിലും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുകയാണ് ചെയ്തത്. തുടക്കകാലത്ത് ഇതിനകത്ത് വന്ന സമയത്ത് ഈ ഒരു ലിവജൻ എന്ന് പറയുന്ന സിറപ്പ് കഴിക്കാൻ പോലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താ വെച്ചാൽ അകത്തേക്ക് കഴിക്കേണ്ട ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്നെ പരിചയപ്പെടുത്തിയത് ധനീഷ് മാധവൻ സാറ് ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത് തരാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് അകത്തേക്ക് കഴിക്കുന്ന ഒരു ഉൽപ്പന്നം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ള ഒരു പേടിയൊക്കെ എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സാധനം ഒരു 1-2 ആഴ്ച ഞാൻ എന്റെ കൂടെ കൊണ്ടു നടന്നതിന് ശേഷം നിങ്ങൾ പരിചയം ഉണ്ടാവും, കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ അടുത്തൊരു പ്രഭാകര ആയുർവേദശാല എന്ന് പറയുന്ന ഒരു കോട്ടക്കര ആയുർവേദശാല ഏജൻസി ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇൻവെർട്ടർ UPS ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തുള്ളത് ഞാനാണ്. അവിടെ ഡോക്ടർ രാമേന്ദ്രൻ സാർ ഉണ്ട്, അദ്ദേഹം ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർ ആയിട്ട് കോഴിക്കോട് നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടറാണ്.
അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ചെന്നിട്ട് ചോദിച്ചു, രാമേന്ദ്രൻ അത് എന്താ സ്ഥിതി, ഇത് കഴിക്കാൻ പറ്റുമോ? എനിക്ക് ഒരാൾ കൊണ്ടുവന്ന് തന്നാണ്. അപ്പൊ എന്നോട് ചോദിച്ചാൽ ആരാ ഇത് തന്നത്? ഞാൻ പറഞ്ഞിങ്ങനെ എന്റെ ഒരു കൂട്ടുകാരനാണ്. എന്തിനാ വാങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ ഗ്യാസ് അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതിനു വേണ്ടി വാങ്ങി. ധൈര്യമായിട്ട് കഴിച്ചോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കൊടുക്കാറുണ്ട്, അസാധ്യ റിസൾട്ട് ആണ്. ഉൽപ്പന്നങ്ങളൊക്കെ, എലമെന്റ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഒരു പയ്യൻ കൊണ്ടുതരാറുണ്ട്, ഇപ്പൊ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇനി ഏതായാലും രാഹുലേട്ടൻ എന്താ വേറെ ആരും നോക്കണ്ട, ഞാൻ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം ബിസിനസ് ആയിട്ട് അങ്ങനെ നമ്മളെ ഫീൽഡ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്, അദ്ദേഹം അറിയുന്ന ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ പുറത്തേക്കൊക്കെ ആർക്കെങ്കിലും കൊണ്ടുപോകേണ്ട സമയത്തൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് വേണ്ട പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ അപ്പൊ രാമേന്ദ്രൻ ഡോക്ടർ കൂടെ എനിക്ക് നന്നായി നല്ലതാണ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത സമയത്താണ് ഞാനിത് 100% ബിലീഫിൽ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഉൽപ്പന്നങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പിടിച്ചു നിന്നിട്ടുള്ളത്. കാരണം ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് അപാര റിസൾട്ടാണ്. കാരണം എനിക്ക് വൈഫ് ഇതിനകത്ത് കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആവാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വൈഫിന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി 10-12 വർഷങ്ങളായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നമ്മള് വുമൺ കമ്പാരിനും മാൻ ശക്തിമാനും കൂടെ കൊടുത്ത സമയത്ത് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. ഇന്ന് 10-12 കൊല്ലമായിട്ട് കുട്ടികളില്ലാതെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുള്ള അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാനൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് സഹായിച്ചു. പിന്നെ അതേപോലെ തന്നെ ഈ വുമൺ കമ്പാരിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വൈഫൊക്കെ ഉപയോഗിച്ച സമയത്ത് അപാര റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ ഈ വുമൺ കമ്പാരിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വൈഫിന് ഈ പീരീഡ്സ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മന്ത്ലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തവണ ഒരു ഓവർ ബ്ലീഡ്, പിന്നെ അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് മലബാർ ഹോസ്പിറ്റലിലൊക്കെ രഞ്ജിനി ഡോക്ടറെയാണ് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവര് തരുന്ന ഉൽപ്പന്നങ്ങൾ, മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുടികൊഴിച്ചിലുള്ള പോലുള്ള പ്രശ്നങ്ങൾ, മറ്റ് സൈഡ് എഫക്ട്സുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ആ സമയത്ത് വുമൺ കമ്പാനിയിൽ നിന്ന് പ്രൊഡക്റ്റ് അവള് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ റെഡിയായി. വളരെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം തുടർച്ചയായി ഉപയോഗിച്ച സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയി. പിന്നീട് സംബന്ധമായ പ്രശ്നങ്ങൾ ക്ലിയർ ആയി. ആ സമയത്ത് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി. കാരണം പ്രൊഡക്റ്റുകൾക്ക് അമേസിംഗ് റിസൾട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ മദറിന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ചാമ്പിത്തൈലം എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ പെയിൻ ആയിട്ട് ഇക്ര ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അൻവർ മർക്കൻ സാർ ഉണ്ട്, അദ്ദേഹത്തിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം ഈ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് അദ്ദേഹം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പെയിൻ കില്ലേഴ്സ് ആണ്. പെയിൻ കില്ലേഴ്സ് തരികയും ചെയ്യും. അപ്പൊ ഒന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ അടുത്ത ഗുളികയും കൂടെ കഴിച്ചോളാനാ പറയാ. അങ്ങനെ കുറെ കാലങ്ങൾ കാണിച്ച സമയത്ത് പിന്നീട് ഡോക്ടർ പറഞ്ഞത് സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ സർജറി വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അമ്മേന്റെ മുന്നിൽ തന്നെയാണ് ചോദിക്കുന്നത്, ഡോക്ടറോട് ചോദിച്ചത്, ഡോക്ടർ ഇതിന് എത്ര ഗ്യാരണ്ടി ഉണ്ട്? അപ്പൊ ഈ ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഇവിടെ വന്ന് എന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുള്ളതിന് ഇപ്പൊ ഗ്യാരണ്ടി ഉണ്ടോ? ഞാനിവിടെ വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? എന്തിനാ ഇപ്പൊ ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഈ ഒരു സർജറി ആദ്യമായിട്ടല്ലല്ലോ ചെയ്യുന്നത്, കാരണം ഇതുപോലുള്ള സർജറി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫലപ്രാപ്തി എത്ര ഉണ്ട് ചോദിച്ചു. അപ്പൊ അയാൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ചെയ്ത ആളുകൾക്ക് ഒരു 6 മാസമൊക്കെ കഴിയുന്ന സമയത്ത് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാന് തിരുനെല്ലിയൊക്കെ ആയുർവേദ ആദിവാസി വൈദ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കുക എന്ന് ഉദ്ദേശിച്ച സമയത്താണ് ഈ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് ചോദിച്ചത് നെറ്റ്വർക്ക് ആണെന്നോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താണോ എന്ന് പറയാതെ തന്നെ ഈ ചാമ്പിത്തൈലും നോവേദന ക്യാപ്സ്യൂളും സ്പിറുലിനിയും കൂടെ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു. അമ്മ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ കൂടെയുള്ള പ്രജി സാറിന് ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ള പരിചയമാണ്. അപ്പൊ മദറിന് അറിയാം അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു പ്രജി സാറിന്റെ അച്ഛൻ അവിടെ ഒരു ആയുർവേദ ഏജൻസി ഉണ്ട്, അപ്പൊ അവർക്ക് ആയുർവേദ ബിസിനസ് തന്നെയാണ്. അപ്പൊ ആയുർവേദ ഏജൻസി ഉണ്ട്. പ്രജി സാറിന്റെ അമ്മക്ക് ഇതേപോലെ വേദനകൾ ഉണ്ടായിരുന്നു, അരയ്ക്കാനൊന്നും പറ്റില്ലായിരുന്നു, കൈമുട്ടിനൊക്കെ ഭയങ്കര വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കഴിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്നാണ് അമ്മയും പറഞ്ഞത്. ഞാൻ അമ്മനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇത് പറഞ്ഞ് ഞാൻ അമ്മക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തു. എന്റെ അമ്മ എന്താ വെച്ചാൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. 2 ആഴ്ച കഴിയുമ്പോഴേക്കും എന്റെ തൈലത്തിന്റെ റിസൾട്ട് അമേസിംഗ് ആയിരുന്നു. അമ്മ എന്നോട് ഒരു മോനൊരു കുറ്റി തൈലം കൂടെ കൊണ്ടുവന്ന് തരണം. ഞാൻ ചോദിച്ചു എന്താ, അപ്പൊ മുമ്പ് വന്ന് കഴിഞ്ഞു ചോദിച്ചു. ഇല്ല, അത് ഞാൻ അമ്മായിക്ക് കൊടുത്തത്. അപ്പോ അമ്മായി അത് ഉപയോഗിക്കാൻ തുടങ്ങി, അമ്മായിക്ക് റിസൾട്ട് കിട്ടി. ഇന്നും എന്റെ അമ്മ അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും
സന്തോഷമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വേദനയ്ക്ക് ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന അമ്മ ഇന്ന് അലോപ്പതി മെഡിസിൻസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ചാമ്പി തൈലും നോവേദന ക്യാപ്സുലും ഒക്കെ ആയിക്കൊണ്ട് ഇപ്പൊ വെറും ചാമ്പി തൈലം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ മാസവും ഒന്നോ രണ്ടോ ബോട്ടിൽ ചാമ്പി തൈലം മകന് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ആ ഒരു ചാമ്പി തൈലത്തിന്റെ റിസൾട്ട് അപാരമായിരുന്നു. അതിന്റെ മുകളിൽ എന്റെ അമ്മ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കകാലത്ത് എന്താ വെച്ചാൽ ഒരുപാട് എതിർപ്പുകളായിരുന്നെങ്കിൽ കൂടി ഇന്ന് എന്താ വെച്ചാൽ വീട്ടിൽ നിന്നാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ വളരെയേറെ സപ്പോർട്ടാണ്. ഞാൻ ഇതിന്റെ മീറ്റിങ്ങും അതേപോലെ തന്നെ വീട്ടിൽ വെച്ച് ഹോം മീറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട്, കാരണം ഇവർക്കും ഈ പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് നിന്ന് പങ്കെടുക്കുന്ന പുതിയ ആളുകളൊക്കെ ഇതിനകത്ത് വന്ന ഉടനെ തന്നെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു ഹോം മീറ്റിംഗ് ഒക്കെ തീർച്ചയായിട്ടും മുടങ്ങാതെ എല്ലാവരും ചെയ്യണം. കാരണം ഈ വീട്ടിൽ വെച്ച് ഹോം മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ ആളുകൾ പുറത്തുനിന്ന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഹോം മീറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ വെച്ച് ചെയ്യുന്ന സമയത്ത് ആളില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആളുകൾ മടി കാരണം വെക്കാതെ പോകും. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആളില്ലെങ്കിൽ പോലും നമ്മളെ വീട്ടുകാർ അവിടെ ഉണ്ടായാൽ മതി. ഹോം മീറ്റിംഗ് വെക്കുന്നതിന്റെ മെയിൻ ആവശ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളെ വീട്ടുകാരെ ഒന്ന് കൺവിൻസ് ആക്കാൻ ഒരു ഈസി മെത്തേഡാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ് എന്നുള്ളത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ, ഇപ്പൊ വൈഫാണ് ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിന് മനസ്സിലാണ്, ഹസ്ബൻഡാണെങ്കിൽ വൈഫിന് മനസ്സിലാണ്, വീട്ടിലെ മക്കൾ മനസ്സിലാക്കാൻ, അച്ഛനമ്മമാര് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഹോം മീറ്റിംഗ് വീട്ടിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ അനന്ത സാധ്യതകളും അതേപോലെ തന്നെ ബിസിനസിന്റെ പ്ലാനും ഒക്കെ വീട്ടുകാരുടെ കൂടെ മനസ്സിലാക്കും. അപ്പൊ അവര് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് വീട്ടിൽ നിന്ന് തന്നെയാണ് മെയിൻ സപ്പോർട്ട് കിട്ടേണ്ടത്. അപ്പൊ ഈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഹോം മീറ്റിംഗ് ഒക്കെ ചെയ്യാനെങ്കിൽ എന്താ വെച്ചാൽ ലീഡേഴ്സിനെ പരിചയപ്പെടാനും അതേപോലെ തന്നെ ബിസിനസിന്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ സാധിപ്പിച്ചെടുക്കണം. ഞാൻ ഈ ബിസിനസ്സിനകത്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ, കാരണം ഒരുപാട് മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ട് ഒന്നും അല്ല ഇതിനകത്ത് നിന്ന് ഞാൻ സക്സസ് ആയിട്ടുള്ളത്. നമ്മൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് ഹാർഡ് വർക്ക് തന്നെയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നന്നായി റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ നന്നായി റീറ്റെയിൽ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ ബിസിനസ് ഒന്നും തന്നെ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം ആളുകൾക്ക് ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കും. അവരെ ഞാൻ വാങ്ങി ഉപയോഗിക്കാനൊക്കെ വേണ്ടി ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന സിസ്റ്റത്തിന് പകരം ഞാൻ ആ ഔട്ട്ലെറ്റ് കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് ഔട്ട്ലെറ്റിൽ നിന്ന് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനമാണെന്നുള്ളത്. ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ പേയ്മെന്റ് വാങ്ങി ഉൽപ്പന്നങ്ങൾ കൊണ്ടുകൊടുക്കുന്ന പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ടീമിലേക്കും പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. ഞാൻ കസ്റ്റമറെ ഐഡിയ അടിക്കുന്നു, അവരെ എങ്ങനെയെങ്കിലും നമ്മൾ ഔട്ട്ലെറ്റിനകത്ത് എത്തിക്കും. ഔട്ട്ലെറ്റിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ചില സമയത്ത് നമ്മൾ കള്ളത്തിലാണെന്നൊക്കെ അറിയെങ്കിലും കൂടി, കാരണം ചില കസ്റ്റമറിനെ എത്തിക്കാൻ പറ്റിയ പണിയാണ്. അപ്പൊ ഐഡിയ അടിച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറയും നിങ്ങൾ കൊണ്ടുവന്ന് വന്നാൽ മതി എന്നൊക്കെ. അപ്പൊ അവരല്ല സാറേ, കാരണം ആദ്യത്തെ തവണ സാറ് വാങ്ങിക്കണം. കാരണം നമുക്ക് ഔട്ട്ലെറ്റിൽ പർച്ചേസിന് പോകുന്ന സമയത്ത് അവിടെ ഒരു സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മക്കളോ മക്കളോ അല്ലെങ്കിൽ ഡ്രൈവറോ ആരെങ്കിലും ഒക്കെ പോയി വാങ്ങിയാൽ മതി. ആദ്യത്തെ തവണ എന്താ വെച്ചാൽ നമുക്ക് പോകാം. അപ്പൊ സാറ് ഏത് സമയത്ത് പോകാൻ പറ്റും, അവരെ കൺവീനിയന്റ് ടൈം ചോദിച്ചുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അവിടെ ഉണ്ടാവും. ഒന്നുകിൽ ഔട്ട്ലെറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കസ്റ്റമർ അവിടെ എത്തിക്കും. അവിടെ എത്തിച്ച് അവിടെ നിന്ന് ആ ഫോം ഫില്ല് ചെയ്യേണ്ട മെത്തേഡ് കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ച് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കലാണ് എന്റെ ഒരു സിസ്റ്റം. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഓർഡർ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ കസ്റ്റമർ ഓർഡർ തരുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു 10,000 15,000 ഒക്കെ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് ആയിരിക്കും വാങ്ങിക്കുക. നേരെ മറിച്ച് നമ്മൾ ഐഡിയ അടിച്ച് ഔട്ട്ലെറ്റ് കൊണ്ടുപോയി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ആളുകൾ പർച്ചേസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ആ ഉൽപ്പന്നങ്ങളെ സ്റ്റോക്ക് ഒക്കെ കാണുന്ന സമയത്ത് കസ്റ്റമർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാങ്ങിക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. അതേപോലെ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ കാണുന്ന സമയത്ത് അതെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പർച്ചേസ് ആയിട്ട് മാറും. കാരണം ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത അണ്ടർ സെക്രട്ടറി ഉണ്ട്, മാത്യു സാർ എന്ന് പറയുന്നത്. അപ്പൊ സാറിനെ ഞാൻ പരിചയപ്പെട്ട്, ഞാൻ ഇൻവെർട്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റമറാണ്. ഇദ്ദേഹം ഒരിക്കലും ഇതേപോലെ ഔട്ട്ലെറ്റിൽ വന്നുകൊണ്ട് എന്നോടൊരു പേസ്റ്റ് ഒന്ന് രണ്ട് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അവിടെ എത്തി ഓർഡർ ഫോം ഒക്കെ ഫില്ല് ചെയ്ത സമയത്ത് ഏകദേശം 11,000 ഉൽപ്പന്നങ്ങളാണ് അന്ന് ആ കസ്റ്റമർ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട്ലെറ്റ് കൊണ്ടുപോയി വാങ്ങിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വലിയ പർച്ചേസിലേക്ക് ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഔട്ട്ലെറ്റിൽ മിനി പിക്കപ്പ് സെന്ററിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിപ്പിച്ചു കൊടുക്കാനുള്ള
കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, കാരണം ഇവരൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ടീമിൽ എന്താ വെച്ചാൽ നാളുകളിൽ ഒരുപാട് ആളുകൾ ലീഡേഴ്സ് വളർന്നു വരാനുള്ളതാണ്. കാരണം നമ്മളിത് വെറും റീറ്റെയിൽ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ബിസിനസ് അല്ല. കാരണം റീറ്റെയിൽ ചെയ്യുവാണ്, അതേപോലെ തന്നെ ഇതിനകത്തേക്ക് റിക്രൂട്ട്മെന്റും കൂടെ നന്നായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടീം വലുതായി പോകും. നമുക്ക് ഇതിനകത്ത് എന്താ വെച്ചാൽ ചില ആളുകൾ പറയും എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടുന്നില്ല, അപ്പൊ ക്വാളിറ്റി ഉള്ള ആളുകളെ മാത്രമേ റിക്രൂട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഇതിനകത്ത് ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരണം. ഈ ബിസിനസ്സിനകത്ത് സക്സസ് ആവാനുള്ള ഏറ്റവും വലിയ മെത്തേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏത് ബിസിനസ്സിനകത്ത് എന്തുണ്ട്, ഒരു റോ മെറ്റീരിയൽ ഉണ്ടാവും. ഇതിനകത്ത് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സെയിൽസ് കൂടുന്നത്. കാരണം ഇതിനകത്ത് റിക്രൂട്ട്മെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്തേക്ക് ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടുക. അല്ലാതെ ക്വാളിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ പോയാൽ നമുക്ക് അത് നടക്കുന്നില്ല. കാരണം ക്വാളിറ്റി കിട്ടണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടണം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ട്രെയിനിങ് കേട്ട സമയത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരു പുതിയൊരു വാക്കുണ്ട് സാറേ, ക്വാണ്ടിറ്റി എന്നാണ് അതിന്റെ പേര് എന്ന് പറഞ്ഞത്. കാരണം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ക്വാളിറ്റി കിട്ടുള്ളൂ. കാരണം ഒരു നല്ലൊരാളെ കിട്ടണമെങ്കിൽ 10-15 ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് 1-2 ആളുകളെ നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇതിനകത്ത് വന്നിട്ടുള്ള ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ചില ആളുകൾ ഇതിനകത്ത് വരുന്ന ഒറ്റ ആളുകൾ സക്സസ് ആവാതെ പോവില്ല. കാരണം ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ ആളുകളും സക്സസ് ആവുമെന്ന് പറഞ്ഞാൽ അത് ഗ്യാരണ്ടി ഉള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ബിസിനസ് നന്നായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടും. കാരണം മറ്റു മേഖലകളൊക്കെ ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം ഒരുപാട് ബിസിനസ്സുകൾ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ തിരിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകൾ ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ, ഞാനിപ്പുറത്തൊരു ബേക്കറി തുടങ്ങി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മളെ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റൊരാൾ അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ബേക്കറി അപ്പുറത്ത് തുടങ്ങും. അവസാനം ഇവര് തമ്മിൽ അടിയായി. അങ്ങനെയാണ് മറ്റ് ബിസിനസ്സുകളെ കാര്യം. ഈ ബിസിനസ്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ നമ്മളെ കൂടെ വരുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ നിർബന്ധം പറയുന്ന സമയത്ത് ഒരു ചിന്തിക്കുന്ന ഒരു തെറ്റായ ധാരണയില്ല. അവന് ഞാൻ വന്നിട്ട് പോകണം എന്തെങ്കിലും കിട്ടാന്നുള്ള രീതിയിലായിരിക്കും തുടക്കത്തിലുള്ള ആളുകൾ ചിന്തിക്കുക. പക്ഷെ ഈ ബിസിനസ്സിൽ മാത്രം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ സമയം നമ്മളെ കൂടെ ഉള്ളവരോടും ബന്ധുക്കളോടൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. കാരണം മറ്റു മേഖല ആയിരുന്നില്ല. മറ്റു മേഖലയിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് മറ്റേ ആൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അത് നമുക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അതല്ലല്ലോ. ഇവിടെ എന്താ വെച്ചാൽ നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളുകൾ സക്സസ് ആവുന്ന സമയത്താണ് നമ്മൾ സക്സസ് ആവുന്നത്. നമുക്ക് ഒരുപാട് ആളുകൾക്ക് എന്താ വെച്ചാൽ ജീവിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കാനും വലിയ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചെടുക്കാനൊക്കെ ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോ പല മേഖലയിൽ നിന്ന് വന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പ്രൈവറ്റ് ബിസിനസ്സിൽ നിന്ന് വന്ന ആളുകളുണ്ട്, തെങ്ങേറ്റ തൊഴിലാളികളുണ്ട്, വീട്ടുപണിക്കൊക്കെ പോയി കൊടുത്തിരുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്നിട്ട് മറ്റു മേഖലയിൽ നിന്നൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അംഗീകാരമൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് നമ്മൾ ഇതിനകത്ത് വരുന്ന സമയത്തേക്ക് ബ്രോൺസ് ആവുമ്പോഴേക്കും അല്ലെങ്കിൽ സിൽവർ ആവുമ്പോഴേക്കൊക്കെ അവരെ ആദരിക്കുകയും ഇവരെ നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന സമയത്ത് ഇവരാണ് നാളുകളിൽ നമ്മളെ കൂടെ നിന്ന് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് തുടങ്ങിയ സമയത്ത് നമ്മളെ ടീമിലൊക്കെ എന്താ വെച്ചാൽ ട്രെയിനിങ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ഞാൻ ആരംഭിച്ച ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെ ട്രെയിനിങ് കിട്ടുമോ അവിടെയൊക്കെ നമ്മളെ ടീമിനെ കൊണ്ടുപോയി ചെയ്തു. ഞാൻ ഇപ്പോ ഷെഫീഖ് സാർ, അതേപോലെ തന്നെ വട്ട് ജുബീന മേഡം, ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ, സുമേഷ് സാറൊക്കെ വന്ന സമയത്ത് ഇതിനകത്തുള്ള ആളുകൾക്ക് തന്നെ അറിയാം. കാരണം ഞാൻ അത് എല്ലാ ലീഡേഴ്സായിട്ട് വളരെ സ്നേഹത്തിലാണ് നമ്മൾ ഈ ബിസിനസ്സിനകത്ത്. ഞാൻ എന്റെ ടീമിൽ മാത്രമല്ല മറ്റു ടീമുകളിൽ, നിങ്ങളുടെ ടീമിലുള്ള ഉമ്മർ സാർ ആയിക്കോട്ടെ, അയ്യൂബ് സാർ ആയിക്കോട്ടെ, ബിജു സാറ്, അതേപോലെ തന്നെ മറ്റു ലീഡേഴ്സൊക്കെ, ഈവൻ ശൈലേഷ് സാർ, ഇവരൊക്കെ ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കകാലം മുതൽ നമ്മൾ അന്നും ഇന്നും ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരു ടീമിൽ കയറി ആ ടീമിനകത്ത് ആ ലീഡർ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. ഞാൻ ആകെ ചെയ്യുന്നത് നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് ടീമിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഏത് റാങ്ക് നമുക്ക് അടുത്ത റാങ്ക് പെട്ടെന്ന് അടിച്ചെടുക്കണോ, ഉഷാറാക്കണോ, വലിയ ലെവലിൽ എത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇതിന്റെ തുടക്കകാലങ്ങളിൽ ഈ ടീമിനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ലീഡേഴ്സിന്റെ പങ്ക് ഇതിനകത്തുണ്ട്. ഞാൻ എന്റെ ടീമിലുള്ള ട്രെയിനിങ് മാത്രമല്ല, അന്നൊക്കെ ശൈലേഷ് സാറാണെങ്കിലും ശ്രീജിത്ത് സാറാണെങ്കിലും ബിജു സാറാണെങ്കിലൊക്കെ എവിടെയെങ്കിലും ചെറിയ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് സാറിനോട് പറയും, സാറ്
സാറിന്റെ ടീമിൽ നിന്ന് ആരെങ്കിലും ഒരു 10-15 ആളിനെ കയറ്റി കേട്ടോ, ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരുപാട് ട്രെയിനിങ്ങുകളിൽ നമ്മളെ ശൈലേഷ് സാറിന്റെ ടീമിനെയൊക്കെ, ഷെഫീഖ് സാറ് ടീമിനൊക്കെ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും കൊണ്ട് അവിടെ നിന്നൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനും പല സ്ഥലത്തിട്ടിട്ടാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. അപ്പോ ആ രീതിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ലെവലിലേക്ക് എത്താനൊക്കെ ആ ട്രെയിനിങ്ങുകളൊക്കെ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എന്താ വെച്ചാൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റെടുക്കുക. കാരണം നമ്മളെ ടീമിൽ നിന്ന് മാത്രമല്ല, അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് ടീമിനെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇതിനകത്ത് വന്നിട്ടുള്ള പുതിയ ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ എല്ലാ ട്രെയിനിങ്ങിനകത്തും നമ്മൾ കൊണ്ടുപോയി പങ്കെടുപ്പിക്കുക. FSS പോലുള്ള ബിന്നി സാറിന്റെ ട്രെയിനിങ്ങിനൊക്കെ ഇതിനകത്ത് ഒരുപാട് പങ്ക് ഉണ്ട്. ബിന്നി സാറൊക്കെ എന്റെ വളർച്ചയിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലീഡറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹമൊക്കെ ഇല്ലെങ്കിൽ ഇന്ന് ഈ ബിസിനസ്സിനകത്തില്ല. ഞാൻ എന്റെ വീട് പണിയൊക്കെ ആയിട്ട് കുറച്ച് മാറി നിൽക്കേണ്ട സാഹചര്യം വന്ന സമയത്ത് ടീമിനകത്തൊക്കെ ഭയങ്കര കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. മാറി നിൽക്കേണ്ട സാഹചര്യം വന്ന സമയത്ത് കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മളെ വിളിച്ച് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലീഡറാണ് ലീഡറായിട്ടുള്ള ബ്ലാക്ക് ലീഡർ ബെന്നി സാറ്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ എന്നും അറിയിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നമ്മളെന്താ വെച്ചാൽ ഒരു കുടുംബാംഗത്തിനെ പോലെ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്തും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുള്ളത് ബെന്നി സാറിന്റെ വീട്ടിലാണ്. തുടങ്ങിയ സമയത്ത് ഞാൻ ഇനീഷ്യലി ബെന്നി സാറിനെ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ബെന്നി സാറ് എന്ന് പറഞ്ഞ ലീഡർ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് പോലും ഞാൻ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെ പറ്റി കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. കാരണം എനിക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കാരണം ഒരാളുടെ കാശ് നഷ്ടപ്പെടുന്നത്, ഞാൻ കാരണം ഒരാള് എന്റെ വീട്ടിലേക്ക് തെരഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ച സമയത്ത് ഈ ബിസിനസിനെ പറ്റി മനസ്സിലാക്കാനൊക്കെ വേണ്ടി ബെന്നി സാറിന്റെ വീട് അന്വേഷിച്ചു പോയി താമരശ്ശേരിയിൽ. കാരണം താമരശ്ശേരിയിൽ എന്റെ വൈഫിന്റെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പൊ താമരശ്ശേരി ചെന്ന് അവിടെ വൈഫിന്റെ ഒരു എളാപ്പനുണ്ട്, മൂപ്പരടുത്ത് ചോദിച്ച് ബെന്നി സാറിന്റെ വീടൊക്കെ മനസ്സിലാക്കി ഞാൻ ബെന്നി സാറിന്റെ വീട്ടിൽ പോയി. അവിടുന്ന് ബെന്നി സാറിന്റെ ഫാദർ ഗോപാലേട്ടനെയും അമ്മേനെയൊക്കെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. അവിടുന്ന് ഒരുപാട് കിട്ടിയ മോട്ടിവേഷനും കമ്പനിയെ പറ്റി ബാക്കി അറിയാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടാണ് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് ആ കുടുംബത്തിനോടൊക്കെ വളരെ ഏറെ ബഹുമാനം തോന്നി. കാരണം ബെന്നി സാറിന്റെ വാക്കുകളൊക്കെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനും കൂടെ വന്ന് ചെയ്യാനൊക്കെ നന്നായി സാധിച്ചിട്ടുണ്ട്. ആ ഇടക്കാണ്ട് ബെന്നി സാറിന്റെ വീട്ടിലൊരു സെറ്റ് സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് ഞാനന്ന് റൂബി റാങ്കിലേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ. സാറ് എന്നെയും കൂടെ അന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് അവിടെ ഒരു ഏരിയയിൽ ഒരു ഇൻവേർട്ടർ ഫിറ്റ് ചെയ്തും വയറിംഗും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിളിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ എത്തിക്കുകയും സുധിയായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ ഉണ്ട് തന്നെ, നിങ്ങൾ ഇങ്ങോട്ട് വരികയെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന പാടെ വലിയ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ ഞാനാണ് ആകെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ അവിടെ എത്തിക്കഴിയുമ്പോൾ കുറെ ലീഡേഴ്സ് അതിന്റെ മുന്നേ കൊണ്ടേ നിസാറിനെ എത്തി. അപ്പൊ അവിടെ എത്തിയപ്പോ മോളെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തൊക്കെ പങ്കെടുക്കാൻ അന്നത്തെ ക്ലാസ്സിലൊക്കെ കുറെ വിവരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആണ്. പിന്നെ എന്റെ ടീമിൽ നന്നായി സപ്പോർട്ട് ചെയ്ത കുറച്ച് ലീഡേഴ്സ് ഹാരിസ് സാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ ഹാരിസ് സാറിനെയൊക്കെ ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫീൽഡിൽ ഇവരോടൊപ്പം തന്നെ നിന്ന് ആ ബീച്ച് ഏരിയയിലൊക്കെ നിന്നുകൊണ്ട് രാത്രി 11 മണി 12 മണിക്കൊക്കെയാണ് വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. തുടക്കത്തില് ഞാനിവിടെ പഴയ വീടായിരുന്ന സമയത്ത് ഇങ്ങനെ ലേറ്റ് ആയി വരുമ്പോൾ എന്റെ ഭാര്യന്റെ അച്ഛനും അമ്മയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സുധി ഇത് ശരിയാവില്ല, രാത്രി ഇങ്ങനെ ഇത്രയൊക്കെ വൈകി വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇവിടെ ഒറ്റക്കാണ്, കാറ്റും മഴയൊക്കെയുള്ള സമയത്തൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിള്ളേരിട്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് 2 കൊല്ലത്തേക്ക് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവള് എന്റെ അവിടെ പോയിട്ട് നിന്നോട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്നത് കമ്പനിക്കാരെ കൂടെ കൂട്ടുകൂടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്ന് ചീട്ട് സമയം പൂക്കുന്നതല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിനകത്ത് എന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതൊന്ന് നന്നായി വരുന്നവരെ എനിക്ക് കുറച്ച് സമയത്തിന് വേണ്ടി മെനക്കെട്ടേ സാധിക്കും. അങ്ങനെയാണ് ഞാൻ തുടക്കകാലത്തൊക്കെ എന്താ വെച്ചാൽ വീട്ടിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഒന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ അവര് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് വന്നിട്ടുള്ളത്. കാരണം ഞാൻ ഈ ബിസിനസ്
തുടങ്ങിയ സമയത്ത് പലരും നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. കാരണം കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, നമ്മളെ വൈഫിന്റെ ബന്ധത്തിൽ നിന്നായിക്കോട്ടെ, ആരോടും പറയുന്ന സമയത്ത് ഇവരൊന്നും അത് ഏറ്റെടുക്കാത്തൊരവസ്ഥ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മോനാണ് ഇത് കുറെ നന്നായി മനസ്സിലാക്കിയിട്ട് കൂടെ ഉണ്ടായത്. കാരണം ഞാൻ തുടക്കത്തിൽ ഹോം മീറ്റിങ്ങിന് പോകുന്ന സമയത്ത്, ഇവിടെ പോകുന്ന സമയത്തൊക്കെ മോനെ കൊണ്ടാകാറുണ്ട്. അന്ന് ഫോർത്തിലോ ഫിഫ്തിലൊക്കെ പഠിക്കുന്ന സമയം, ഫിഫ്തിലോ സിക്സ്തിലോ ആണ് മോന്. അപ്പോ അന്ന് മൂപ്പര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ മനസ്സിലാക്കി എന്റെ കൂടെ നിന്ന് എനിക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് നിന്ന് ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും മോനെ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തതാണ്. ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു മന്ത്ലി ഇൻകം 23,000 ചില്ലറ ഉറുപ്പ്യ എനിക്ക് വന്ന സമയത്ത് ഞാൻ മോനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു 5 ഗിയറുള്ള സൈക്കിള് കോസ്മിക്കിന്റെ അത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് നിന്ന് ആദ്യം ഉണ്ടായിരുന്ന അച്ചീവ്മെന്റ്. എല്ലാം ഞാൻ ഇതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആളുകളെടുത്ത് കാറ് കിട്ടും, അത് കിട്ടും, ലക്ഷങ്ങൾ കിട്ടും എന്ന് പറഞ്ഞില്ല. കാരണം ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാം തരുന്ന കമ്പനിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ജീവിതത്തിൽ നമ്മൾ തുടക്കത്തിലൊക്കെ മാറ്റി വെച്ചിട്ടുള്ള കുറെ സംഗതികളൊക്കെ ഇതിനകത്തുനിന്ന് വാങ്ങിച്ചെടുക്കാനൊക്കെ സാധിച്ചത് ഈ ഒരു ബിസിനസ്സിലായതുകൊണ്ട് മാത്രമാണ്. കാരണം ഈ ബിസിനസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരും. എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഈ മോന് വാങ്ങിച്ചുള്ള സൈക്കിളാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് എന്റെ വൈഫ് റീറ്റെയിൽ ചെയ്തുകൊണ്ട് വാങ്ങിയിട്ടുള്ള ഒരു ജൂപ്പിറ്റർ സ്കൂട്ടർ ഇതിനകത്ത് തന്നെ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്തിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് വന്ന് ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് 21 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഞാൻ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട്, അന്ന് ചെറിയൊരു വീട് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. പക്ഷേ ഈ ബിസിനസ് ആയതുകൊണ്ട് തന്നെ വീടൊക്കെ വലുതാക്കി 2400 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് പ്രാപ്തി എന്നിട്ടുള്ള ഒരു കമ്പനീന്റെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. എനിക്ക് പറയാനുള്ളത് ഇതിനകത്തുള്ള പുതിയ ആളുകളോട്, കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു അവസരമാണ്. ഇനി നോക്കി ഇന്ന് സമയം കളയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ബിസിനസ് തുടങ്ങി ഇപ്പോ ഒരു ഏകദേശം 6 വർഷം 7 വർഷം ആവാനായി. കാരണം നമ്മളെന്തൊക്കെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരാഴ്ച പോലും ഈ കമ്പനി നമുക്ക് ഒരു ഇൻകം മുടക്കിയ സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കമ്പനീനെ പ്രത്യേകിച്ച് ഒന്നുകൂടി നെഞ്ചിലേറ്റാനുള്ള റീസൺ കൂടെ ഉണ്ട്. ഈ പ്രളയം വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ജോലിയൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നോക്കുന്ന സമയത്ത് അക്കൗണ്ടിനകത്ത് ഒരു 5,000 റുപ്പീസ് ഈ കമ്പനി ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് നമ്മൾ സാറന്മാരൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സിനെ കമ്പനി ഒരു ഇടക്കാല ആശ്വാസം പോലെ തന്നതാണ്. പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടിച്ചത്. അപ്പൊ നോക്കുമ്പോൾ ഇത് എല്ലാവർക്കും കിട്ടിയില്ല. കമ്പനി അതിന് നോക്കിയിട്ടുള്ള മാനദണ്ഡം എന്ന് വെച്ചാൽ 4 ആഴ്ച തുടർച്ചയായിട്ട് ഇൻകം വാങ്ങിയിട്ടുള്ള ലീഡേഴ്സിനാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോഴും നോക്കുക, പ്രവർത്തിക്കുന്ന ആളുകളെ കമ്പനി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. 4 ആഴ്ച തുടർച്ചയായിട്ട് വരുമാനം വാങ്ങുക എന്ന് പറഞ്ഞാൽ അയാൾ ഫീൽഡിലുണ്ട്, അയാൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തു. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ഈ കമ്പനിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഈ കമ്പനിയോട് കൂടെ നിന്ന് പ്രവർത്തിക്കാനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ഊർജ്ജം തന്നെ തന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊക്കെ കൊടുക്കണമെങ്കിൽ, കാരണം മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾക്ക് ആർക്കും കിട്ടാത്ത ഒരു സംഗതിയാണ് നമ്മളെ കമ്പനി തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കോവിഡ് വന്ന കാലഘട്ടത്തിൽ, കോവിഡ് വന്ന സമയത്ത് ഒരു കമ്പനി എന്താ വെച്ചാൽ ഒരാഴ്ച പോലും വരുമാനം മുടക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ കമ്പനീനെ സ്നേഹിക്കുന്നു, ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്നു. കാരണം ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മള് ചില ആളുകൾക്ക് ധാരണയുണ്ട് ഇന്ന് വന്ന് നാളെ തന്നെ പണം ഉണ്ടാക്കി പോകാൻ പറ്റുന്ന മേഖലയാണ് എന്നുള്ളത്. കാരണം അങ്ങനത്തെ ഒരു മേഖല ഇന്ന് നിലവിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും പല തട്ടിപ്പ് കമ്പനികളിൽ നിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അവരെന്താ വെച്ചാൽ നമ്മളെടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ നോക്കും. കാരണം അങ്ങനെ വന്നിട്ടുള്ള കമ്പനികളൊക്കെ പറ്റി ചിന്തിച്ചു നോക്കുക. ഇന്ന് ചിത്രത്തിലില്ല. ഒരുപാട് കമ്പനികൾ വന്ന് ഒരുപാട് ആളുകളുടെ പണമൊക്കെ തട്ടി പോയി എന്നല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കമ്പനി, നമ്മളെ കമ്പനീന്റെ അത്ര മികച്ച കമ്പനി വേറെ ഇല്ല. അതിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് കമ്പനികൾ വന്ന് ഇവര് ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ മാറ്റുന്നു, വിൽപ്പനകൾ മാറ്റുന്നു, ഒരു ക്വാളിറ്റി ഇല്ലാത്ത വിൽപ്പന. പക്ഷെ ചില ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് വീണ് പോകും. മനസ്സിലാക്കുക, നമ്മളെയൊക്കെ സമീപിക്കാത്ത കമ്പനികളില്ല. അന്നും ഇന്നും ഈ കമ്പനിയോടൊപ്പം അടി ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് NTC റാങ്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. NTC റാങ്കിലേക്ക് എത്തിയതിനേക്കാൾ വേഗതയിൽ CTCയിലേക്ക് എത്തുന്നുള്ളത് ഉറപ്പാണ്. ബൈ വിത്തിൻ 6 months അടുത്ത CTC റാങ്കിലേക്ക് തീർച്ചയായിട്ടും ഈ കമ്പനിയോടൊപ്പം തന്നെ നിൽക്കുന്ന സമയത്ത് എത്തും. അത് എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ ഒറ്റയ്ക്കുള്ള എഫേർട്ട് അല്ല, നമ്മളെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അത് എത്തുന്നു. കാരണം ഞാൻ എപ്പോഴും പറയും ഇതിനകത്തുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. കാരണം ഓരോ ഡിസ്ട്രിബ്യൂട്ടർ ഇതിനകത്ത് വാങ്ങിയിട്ടുള്ള സോപ്പും പേസ്റ്റും നമ്മളെ വളർച്ചയ്ക്ക് ഭാഗമാക്കണം. അപ്പൊ അതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്ക് ഇതിനെ കൊണ്ട് ഒന്നും സാധിക്കില്ല. കാരണം നമ്മൾ കൂട്ടായി ഇത് തീരുമാനം എടുത്ത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അംഗീകാരങ്ങൾ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഈ അഫ്സത്ത് മാഡത്തിനോടൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ
ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ മാഡമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തയ്യൽ മേഖലയിൽ നിന്ന് വന്നുകൊണ്ട് ഇന്ന് സ്വന്തമായിട്ട് കാർ ഉപയോഗിക്കാനാണ്. മാഡത്തിന്റെ കാർ ഇറങ്ങുന്ന ദിവസമൊക്കെ അതിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനന്ന് താമരശ്ശേരി കാർ ഡെലിവറിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടീമിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് എന്നോട് പറയുന്ന സമയത്ത് വളരെ സന്തോഷമാണ് എനിക്ക്. ആ ടീമിനകത്തുള്ള ഒരുപാട് ലീഡേഴ്സ് ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അംശത്ത് മാഡത്തിനൊക്കെ അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതിനകത്ത് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. കാരണം അത്തരത്തിൽ ഓരോ ആളുകളെ വളർത്തുന്ന കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനി മാനേജ്മെന്റിനോടൊപ്പം തന്നെ നമ്മൾ നന്നായി നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഒരു കമ്പനിയിൽ വന്ന സമയത്ത് മാത്രമാണ് ഇതിനകത്തുനിന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാനോ, കാരണം പണം ഇല്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തേണ്ട കുറെ സംഗതികളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയാലും ഒക്കെ നമ്മളെന്താ വെച്ചാൽ അതിന്റെ പ്രൈസ് ടാഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. ഇപ്പൊ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ തന്നെ കടന്ന് അത് വേണ്ടത് വെച്ചിട്ട് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന സാഹചര്യം ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാനും വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മാനേജ്മെന്റിനോടൊപ്പം നിന്നതിനെ കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു പ്രഷർ ഇല്ല. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഭരിക്കാൻ ഒരു ബോസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. കാരണം നമ്മള് സ്വയം പ്രചോദനം ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റു കമ്പനികളിൽ നിന്നൊക്കെ വന്നുകൊണ്ട് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. മറ്റു കമ്പനികളിൽ ഒരു മാസം സാലറി കിട്ടണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും, അതൊരു നിസ്സാര പൈസ ഒരു 20, 25, 30 ആണെങ്കിൽ പോലും അത് കിട്ടണമെങ്കിൽ എത്രമാത്രം പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ എന്താ വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും നമ്മളൊരു കുടുംബം പോലെ തന്നെ നിന്ന് പ്രവർത്തിക്കാനൊക്കെ ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഹോം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സ് പറയുന്ന പോലെ തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യുക.